ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തതിൻ്റെ നീര് മാത്രം ആദ്യം എടുക്കാം. നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ബൗൾ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 8-10 പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്ക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാന്താരി മുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള പച്ചമുളക് അതുകൊണ്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് നല്ല തണുത്ത 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ നാരങ്ങാവെള്ളം 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ. അപ്പം നമ്മുടെ ആദ്യത്തെ നാരങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഒരു 4.5 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കണത്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള രണ്ടാമത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കണത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. അതിങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ. ഫസ്റ്റ് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ നാരങ്ങ വെള്ളത്തിലേക്ക് ചേർക്കണത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാവേ. നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്ക് നാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് കളയാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോഴൊരു കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസിൻ്റെ അളവിനാണ് പറയണത്. ഒരു ഗ്ലാസ്സിന് നമുക്ക് 1/2 നാരങ്ങയുടെ ജ്യൂസ് മതിയാകും കേട്ടോ. ഇനി ഒരു മിക്സി ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്ക, ഒരു 4-5 ഐസ് ക്യൂബ്സ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് നന്നായിട്ട് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തു. നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറവാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.